മാത്യു കുളനാടൻ MLA മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്വാഭാവികമായിട്ടും സെറ്റിൽഡ് പൊസിഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അത്ര എക്സ്ട്രീം സർക്കംസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതല്ലെങ്കിൽ അവരുടെ അധികാരപരിധിയിൽ വരുന്നില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സസ് ഓഫ് പവർ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വന്നാൽ മാത്രമേ കോടതി ഇൻ്റർഫിയർ ചെയ്യാറുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് ആ ഒരു ഡിസ്ക്രീഷനും ആ ഒരു വൈഡ് പവേഴ്സും നമ്മുടെ സംവിധാനത്തിലുള്ളതാണ്. പക്ഷേ ഇത് വിശദമായ വിധി കണ്ടാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. കാരണം ഞാനങ്ങനെ ഇപ്പോൾ വരുന്ന വാർത്ത ഒറ്റവരി വിധി എന്ന് പറഞ്ഞെങ്കിലും അപ്പീൽ ഡിസ്മിസ്ഡ് മാത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഉണ്ടോ എന്നെനിക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ. പക്ഷേ ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ ഈ ഹർജി പ്രിഫർ ചെയ്ത നിലയ്ക്ക്, ഇനിയിപ്പോൾ ആ ഹർജി പരിഗണിച്ച് കഴിഞ്ഞ നിലയ്ക്ക് ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഞങ്ങളൊരു ലോയേഴ്സിൻ്റെ ഒരു എത്തിക്സ് പോലെ തന്നെ കക്ഷികൾക്കുമൊക്കെ ഒരു ഇതുപോലെ കേസ് നടത്തിപ്പിൽ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹർജി വീണ വിജയൻ നൽകേണ്ടിയിരുന്നത് എറണാകുളം ഹൈക്കോടതിയിലായിരുന്നു. കാരണം സമാനമായ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ ശരിയാണ്, ഇപ്പോൾ അതിന് മറുവാദമായി പറയാൻ കഴിയുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് എക്സാലോജിക് കേസിന് പോകുമ്പോൾ ബാംഗ്ലൂരിൽ പോകണം എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. എക്സാലോജിക്കിൻ്റെ ഡയറക്ടർക്കെതിരായിട്ടാണ്, സിംഗിൾ ഡയറക്ടർ ഒരു സോൾ ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെതിരായിട്ടാണ് ആ അന്വേഷണം വരുന്നത് എന്നതുകൊണ്ടും അവർ കേരളത്തിൽ സിറ്റുവേറ്റഡ് ആണ് എന്നതുകൊണ്ടും കേരള ഹൈക്കോടതി സമാനമായ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഫോർ സം റീസൺ ദേ പ്രിഫേർഡ് ടു ഫയൽ ഇറ്റ് ഇൻ ബാംഗ്ലൂർ. അതും ഇപ്പോൾ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ആ കേസ് തള്ളി എന്നുള്ളതാണ്. പക്ഷേ ഇൻട്രീം പീരീഡിൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് കോടതിയുടെ ഒരു ഇൻട്രീം ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ വിധിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നോട്ടീസ് നൽകിയതിന് ശേഷമേ അറസ്റ്റിലേക്ക് കടക്കാമുള്ളൂന്നോ അതല്ലെങ്കിൽ ഇന്ന വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ള ചിലപ്പോൾ ഒരു റിമൈൻഡറോ ഒരു റൈഡറോ ഒക്കെ ആ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ SFIO അന്വേഷണത്തിന് പര്യാപ്തമായ ഒരു കേസോ കുറ്റകൃത്യമോ നടന്നിട്ടില്ല എന്ന വാദത്തെ പ്രഥമദൃഷ്ട്യാ കോടതി തള്ളി എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇതിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിൻ്റെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായി ഇതുവരെ CPM-ഉം പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതുമുന്നണിയും വീണ വിജയനെ പരിചയ തീർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായ വേട്ടയാടലാണ്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ BJP-യുടെ ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം BJP സംഘപരിവാർ സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം വീണ വിജയനെ വേട്ടയാടുകയാണ് എന്ന രാഷ്ട്രീയ വാദം അല്ലെങ്കിൽ ആ ഒരു പ്രചരണത്തിൻ്റെ മൊനയൊടിക്കുന്നതാണ് ഈ വിധി. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ പരിശോധിച്ച കോടതി തീർച്ചയായിട്ടും ആ നിലയിൽ അന്വേഷണ ഏജൻസി റെസ്ട്രിക്റ്റ് ചെയ്യുമായിരുന്നു. അന്വേഷണ ഏജൻസിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അന്വേഷണം ദുരുദ്ദേശപരമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതി കണ്ടെത്തുമായിരുന്നു. ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ള ഇന്നത്തെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ BJP സംഘപരിവാർ സർക്കാരിൻ്റെ വേട്ടയാടലാണ് എന്ന പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും വാദം പാടെ പൊളിഞ്ഞിരിക്കുന്നു. ഇനി ആ വാദം ഉയർത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും പ്രഥമദൃഷ്ട്യാ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളും വഴിവിട്ട കാര്യങ്ങളും ഈ രാജ്യത്തെ അനുശാസിക്കുന്ന നിയമങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ട് അതിവിപുലമായ ക്രമക്കേടും നടത്തിയെന്ന് പ്രാഥമികമായി കോടതിക്ക് കൂടി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി തന്നെ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ CPM ഔദ്യോഗികമായി ഇനിയെങ്കിലും അവർ നേരത്തെ പറഞ്ഞ കാര്യം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത്. അതായത് ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നും രണ്ട് കമ്പനികൾ തമ്മിൽ സുതാര്യമായി നടന്നിട്ടുള്ള ഇടപാടാണ് എന്നും ഉള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുൻ നിലപാട് പിൻവലിക്കാൻ CPM തയ്യാറാകുമോ എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്.
അല്ല, അറസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഡിസ്ക്രിഷനാണ്. ഏതെങ്കിലും ഒരു നോൺ ബെയിലബിൾ ഒഫൻസിൽ ആരെങ്കിലും പ്രതിയായാൽ തന്നെ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇൻട്രോഗേറ്റ് ചെയ്യേണ്ട, അതായത് അവരെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതി വരുമ്പോഴോ മാത്രമാണ് അറസ്റ്റിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്നുള്ളൂ. അറസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടാകാൻ പാടില്ലായില്ല. കാരണം ഇതിൻ്റെ ക്രമക്കേടുകളുടെ വ്യാപ്തി എന്തുമാത്രമാണ് എന്ന് നമുക്കറിയില്ല. അതനുസരിച്ചാണ് എവിടെ വരെ പടർന്നു പന്തലിച്ച് കിടക്കുന്നു. ഇനി അതല്ല, ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിസ്ഥാനത്തുള്ള വ്യക്തി രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ ഏജൻസി അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാം. ആ നിലയ്ക്കുള്ള സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ഉണ്ടോ എന്നും കൂടി അവർ പരിശോധിക്കും. എന്തുതന്നെ ആയിരുന്നാലും ഇതിപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഈ സമയത്ത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ കമ്പനി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള പണത്തിനോ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾക്കോ ഒരു സർവീസും നൽകിയിട്ടില്ല എന്ന് ഇതിനോടകം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് സർവീസാണ് ഈ കമ്പനികൾക്ക് ലഭിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികൾ നിരവധി ആനുകൂല്യം ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട രണ്ടാം ഭാഗം ഏതാനും വൈകാതെ ഞാനും വീണ്ടും ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ കമ്പനി വാങ്ങിയ പണത്തിന് തിരിച്ച് ഫേവർ ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന നിലയിലേക്ക് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അന്വേഷണം അദ്ദേഹത്തിലേക്ക് നീണ്ടാൽ ആർക്കും അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വീണ വിജയന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി വീണ വിജയന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. എക്സാലോജിക്കിന് വേണ്ടി വീണ വിജയൻ നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി അല്പം മുൻപ് തള്ളിയത്. SFIO അന്വേഷണത്തിന് എതിരെയായിരുന്നു എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. SFIO അന്വേഷണം റദ്ദാക്കണം എന്നായിരുന്നു വീണയുടെ ആവശ്യം. ഈ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. SFIO അന്വേഷണം തുടരാം എന്ന നിർണായകമായ വിധി പ്രസ്താവമാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന വിവരങ്ങളും പ്രതികരണങ്ങളും? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് പൂർണ്ണമായും നാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ വീണ വിജയനെ സംബന്ധിച്ച് വീണ വിജയൻ മുന്നോട്ട് വെച്ച ഹർജിയിലെ വാദങ്ങൾ പൂർണ്ണമായും കർണാടക കോടതി തള്ളി എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ROC അന്വേഷണം നടക്കുന്നതിനിടയിൽ എന്തിനാണ് വീണ്ടും ഒരു SFIO അന്വേഷണം എന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ അതിനെ സാങ്കേതികമായി നേരത്തെ തന്നെ കർണാടക കോടതി ചില കാര്യങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചതാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ ആ ഹർജി പൂർണ്ണമായും തള്ളുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, SFIO വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് ഇനി കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, അറസ്റ്റ് പരിരക്ഷ വീണയ്ക്കുണ്ട് എന്ന തരത്തിലേക്കുള്ളൊരു കാര്യം നിലവിലിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം KSIDCയിലെ പരിശോധന നടന്നു, CMRലെ പരിശോധന നടന്നു. ഇനിയുള്ളത് എക്സാലോജിക്കാണ്. എക്സാലോജിക്കിന്റെ ഏക MD എന്ന് പറയുന്നത് വീണ വിജയനാണ്. വീണ വിജയനെ ചോദ്യം ചെയ്യണം, വേണ്ടി വന്നാൽ അറസ്റ്റിലേക്ക് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ വശമായി അവിടെ നിൽക്കുന്നു. ഇനി രണ്ടാമത്തേത് രാഷ്ട്രീയമായി ചർച്ചയാകുന്നതാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണയും കടന്ന് മുഖ്യമന്ത്രിയിലേക്ക് ആരോപണത്തിന് മുനചെന്നെത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. അത് കൃത്യമായ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അങ്ങനെ ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതായത് CMRലെ ഖനന അനുമതി അത് റദ്ദാക്കിയത് നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിൽ മാത്രമാണ്. അതിന് തൊട്ട് മുൻപ് ആഗസ്റ്റിലായിരുന്നു മാസപ്പടി വിവാദം ഉണ്ടായത്. മാസപ്പടി വിവാദം ഉണ്ടായതിനു ശേഷം മാത്രം CMRലുമായിട്ടുള്ള ഖനനാനുമതി റദ്ദ് ചെയ്തത് ഈ മാസപ്പടിക്ക് വേണ്ടിയിട്ടാണോ, CMRലെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യം. 2019 കേന്ദ്ര നിയമ ഭേദഗതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് 5 വർഷം കാത്തിരുന്നു എന്നുള്ള സുപ്രധാനമായ ചോദ്യം അത് മുഖ്യമന്ത്രിയിലേക്ക് നേരെ വഴിതിരിഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും SFIO ഇനി ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ SFIO ഇനി എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വീണ വിജയനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും ഒരേപോലെ നിർണായകമാണ്. ആ ജഡ്ജ്മെന്റ് പകർപ്പിൽ ഏതെങ്കിലും സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അപ്പോഴും വേണു, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അടക്കം പ്രസ്താവന രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടൽ എന്നുള്ളതായിരുന്നു. പക്ഷേ അതും കടന്ന് കോടതി മുമ്പിൽ അതൊരു നിയമവ്യവഹാരമായി എത്തുമ്പോൾ അത് രാഷ്ട്രീയമായ വേട്ടയാടലിനപ്പുറത്തേക്ക് SFIOയ്ക്ക് കേസ് അന്വേഷിക്കാൻ
എല്ലാ തരത്തിലുള്ള നിയമവശങ്ങളുമുണ്ട് എന്ന് കോടതി സമ്മതിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കോടതി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SFIയുടെ അന്വേഷണം തുടരും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ CPM-നെതിരെ, LDF-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമായി അത് മാറുകയും ചെയ്യും. വേണോ? ശരി, ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്.